എ സി സർക്യൂട്ടിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് LCR സർക്യൂട്ടിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എല്ലും സിയും ആറും എല്ലാം ഓരോന്ന് വീതം പ്രത്യേകിച്ച് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് 3 കമ്പോണൻറ്റ് ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ ഈ ഒന്നിച്ചുള്ള കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ സർക്യൂട്ടിലെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെയാണ്, അതായത് ഒരു കപ്പാസിറ്റർ, പിന്നെ ഒന്ന് ഇൻഡക്റ്റർ, പിന്നെ ഒരു റെസിസ്റ്റർ. അപ്പോൾ എല്ലാത്തിൻ്റെ സിമ്പിളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ സർക്യൂട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് അതിൽ ഒരു AC ഇൻപുട്ട് സപ്ലൈ നമ്മളവിടെ കൊടുക്കും. അപ്പോൾ ഇത് പാരലൽ LCR സർക്യൂട്ടാണ്, പാരലൽ CLR സർക്യൂട്ടാണ്. അപ്പം നമുക്ക് ഇതല്ല പഠിക്കേണ്ടത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സീരീസ് LCR സർക്യൂട്ടാണ്. അപ്പം നമുക്ക് സീരീസ് LCR സർക്യൂട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ കമ്പോണൻസുകളെല്ലാം നമ്മൾ സീരീസ് ആയിട്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. നമുക്കത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സീരീസ് LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് സീരീസ് എന്ന് പറയുമ്പോൾ അതിനറിയാം, എല്ലാം കൂടെ ഒരുമിച്ച്. L ആദ്യം L, രണ്ടാമത് C വരച്ചു, പിന്നെ R. ഇതാണ് റെസിസ്റ്റർ, ഇത് കപ്പാസിറ്റർ, ഇത് ഇൻഡക്റ്റർ. ഇതിനെല്ലാം സീരീസ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു AC ഇൻപുട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജാണ് ഈ ഇവിടെ വരച്ചിരിക്കുന്ന E=E0 sin ωt. ഇതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഇൻഡക്ടർ കറണ്ട് ഫ്ലോയെ ഇങ്ങനെ ഒപ്പോസ് ചെയ്യും. അതിൻ്റെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ XL എന്ന് മാർക്ക് ചെയ്യും. അതുപോലെ കപ്പാസിറ്ററിൻ്റെ ഈ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് കറണ്ടിന് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും. അത് XC എന്ന് പറയും. റെസിസ്റ്റൻസിന് 6 ഓം. അപ്പോൾ ഇത് ഓം തന്നെയാണ്, റെസിസ്റ്റൻസിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്കറിയാം, XL എന്ന് പറയുന്നത് ωL ആണ്, XC എന്ന് പറയുന്നത് 1/ωc ആണ്. അപ്പോൾ ഈ R എന്ന് പറയുന്നത് നമുക്കറിയാം റെസിസ്റ്റൻസ് ആണ്. ഇതിൽ നമ്മൾ ക്രിച്ചോസ് മെഷ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻപുട്ടിന് ഈക്വലായിട്ട് ഇവിടെയുള്ള ടോട്ടൽ ഇൻപുട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ്, ഇത് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VL ആണ്. അതുപോലെ ഈ കപ്പാസിറ്ററിന് VC എന്ന് എടുക്കാം, റെസിസ്റ്ററിന് VR എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും VL എന്ന് പറയുന്നത് കറണ്ട്, ഇതുവഴി പോകുന്ന കറണ്ട് I ആംപിയർ ആണെങ്കിൽ നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചാർജ് കാരിയസിനെ മൂവ് ചെയ്യിക്കും. അപ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ആ കറണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് VL. അപ്പോൾ VL എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ഇതിൻ്റെ റിയാക്റ്റൻസ്, ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് ആണ് ωL. അതുപോലെ VC കപ്പാസിറ്ററിൻ്റെ ആണെങ്കിൽ I ഇൻറ്റു 1/ωc. അതുപോലെ റെസിസ്റ്ററിൻ്റെതാണ് VR, ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഇതെല്ലാം നമുക്ക് നേരത്തെ ഞാൻ മറ്റ് ക്ലാസ്സുകളിൽ ഇതെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് VLനെ മറ്റൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ I ഇൻറ്റു DL/dt, അല്ലെങ്കിൽ L ഇൻറ്റു DI/dt. L ഇൻറ്റു DI/dt. ഇത് നമ്മൾ ഇൻഡക്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. നമ്മൾ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് അവിടെയുള്ള ഇക്വേഷനിലുള്ള വ്യത്യാസം, അതെങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മൈനസ് സൈനൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് ഇൻഡക്ടറിൽ കറണ്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെന്നുള്ളത് കാണിക്കാനായിട്ട്, ഒപ്പോസ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട്. ഇവിടെ കപ്പാസിറ്ററിൻ്റെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും Q/C എന്ന് എഴുതാൻ പറ്റും. അവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് ഇതാണെങ്കിൽ I ഇൻറ്റു R തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ക്രിച്ചോസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് E=L ഇൻറ്റു DI/dt പ്ലസ്
ക്യൂ ബൈ സി പ്ലസ് ഐ ഇൻറ്റു ആർ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇത് കപ്പാസിറ്ററിനെ സംബന്ധിച്ച് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ സ്മോൾ ക്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വി കണ്ടുപിടിക്കുക. ദെർഫോർ വി ഈസ് ഈക്വൽ ടു ഈ ക്യൂ ഡിവൈഡ് ബൈ സി. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓംസ് ലോ ഇന്ന് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇതേപോലെ തന്നെയാണ് ഇതെല്ലാം. ഐ ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് പകരം ഇവിടുത്തെ ഇത്, പിന്നെ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ്. ഇവിടെ വി സിക്ക് കറണ്ട് ഇൻറ്റു അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഇതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാമെന്നുള്ളത്, ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇ എം എഫിനെ എന്ത് ചെയ്യും, ലാഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനിൽ കൂടെ 2 പേർ ഓടിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു, ഇതാണ് ഒരാൾ. ഇനി മറ്റൊരാൾ ഇതുവഴി ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ ഒരാൾ എ എന്നിരിക്കട്ടെ, ഈ ആളിനെ എ എന്നും, ഇപ്പുറത്ത് പോകുന്ന ആൾ അപ്പോൾ നമുക്ക് പറയാം ഇത് ബി എന്നിരിക്കട്ടെ, ബി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ ബി എന്ന് പറയുന്നത് എയെ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം. ബി എന്ന് പറയുന്നത് എ ലീഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്നത് ബി എ ലാഗ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഒന്ന് ലീഡ് ചെയ്യുന്നു പറഞ്ഞാൽ മറ്റൊന്ന് ലാഗ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത് എത്തുന്ന ആൾ ബി ആണ് എങ്കിലും എ എന്ന് പറയുന്നത് നമുക്ക് പറയാം ലാഗ് ചെയ്യുന്നു എന്ന് പറയും. ഇനി എ ലാഗ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ബി ലീഡ് ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്ററുണ്ട്, ഇൻഡക്ടറുണ്ട്, അതുപോലെ റെസിസ്റ്ററുണ്ട്. അപ്പോൾ റെസിസ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ടും റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്യുന്ന ഇ എം എഫും അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജും റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയും സെയിം ഫേസിലായിരിക്കും എന്ന് അറിയാം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അത് ഒമേഗ ടി എന്ന് തന്നെ കിട്ടുമെന്ന് നമുക്കറിയാം. ഇനി ഈ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആണെങ്കിൽ ചെറിയ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ π/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്ററിനെ സംബന്ധിച്ച് കറണ്ട് π/2 നമ്മൾ ലീഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്ററിൻ്റെ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇത് ഐ, നമുക്ക് കപ്പാസിറ്റർ എന്നറിയാൻ വേണ്ടി ഐ എന്ന് ഇവിടെ സി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. I0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇതാണ് കപ്പാസിറ്ററിൻ്റെ കറണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഈ ഒമേഗ ടിയേക്കാളും π/2 ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കറണ്ട് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വോൾട്ടേജ് ലാഗ് ചെയ്യുന്നതാണ്. ഈ π/2 എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി എന്ന് പറയുന്നത് ലാഗ്സ് ബൈ π/2 ലാഗ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു ഇത് രണ്ടാമത്താണ്. ഒന്നാമത്തത് റെസിസ്റ്ററാണ്. അപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ സെയിം ഫേസ് ആയിരിക്കും, ലാഗ് ചെയ്യില്ല, ലീഡ് ചെയ്യില്ല. അതായത് അതിൽ കൂടുതൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഒമേഗ ടി ആയിരിക്കും റെസിസ്റ്റൻ്റ്. നമ്മൾ അപ്ലൈ ചെയ്ത ഇ എം എഫ് ഇതാണ്. അപ്പോൾ അത് സെയിം ഫേസിലായിരിക്കും റെസിസ്റ്ററിനെ സംബന്ധിച്ച്. ഇനി കപ്പാസിറ്റി ഇത് ആണെങ്കിൽ IR എന്ന് ആർ എന്ന് സഫിക്സ് വേണമെങ്കിൽ ഇട്ട് വെച്ചേക്കാം, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം. ഇനി ഇൻഡക്ടറിനെ സംബന്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ് അപ്ലൈ ചെയ്ത ഇ എം എഫ്. ഇൻഡക്ടറിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് IL എന്ന് ഞാൻ ഇപ്പം തിരിച്ചറിയാൻ വേണ്ടി എഴുതുന്നതാണ്. IL ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, ലാഗ് ചെയ്യുന്നതാണ്, π/2 ലാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും, VL എന്ന് പറയുന്നത് വോൾട്ടേജ് ലീഡ് ചെയ്യും, ലീഡ്സ് ബൈ π/2 ലീഡ് ചെയ്യും. അപ്പോൾ ഈ കാര്യം നമ്മൾ നേരത്തെ അവിടെ ഞാൻ ആദ്യം ഓരോ സർക്യൂട്ടും പറഞ്ഞപ്പോൾ L മാത്രമുള്ള സർക്യൂട്ട് ഉണ്ടായിരുന്നു, C മാത്രമുള്ള ഉണ്ടായിരുന്നു, R മാത്രമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ L മാത്രമുള്ളതും ഇതിലും C മാത്രമുള്ളതും നമ്മൾ ഈ വോൾട്ടേജിനെ പറ്റി പറഞ്ഞില്ല, കറണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും.
ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. പക്ഷെ നമ്മുടെ കറണ്ട് ലാഗ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നതാണ്. ഈ കേസ് പോലെയാണ്. ഇപ്പോൾ ഇത് കറണ്ട് ആണെങ്കിൽ ഇത് വോൾട്ടേജ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറയും കറണ്ട് ലീഡ് ചെയ്യുന്നു പറഞ്ഞാൽ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യം ഓർമ്മിച്ച് വെച്ചിട്ട് ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പിന്നെ ഒരു ഫേസ് ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. ഇപ്പോൾ ഈ വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രാം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്കിതിൻ്റെ ടോട്ടൽ റിയാക്റ്റൻസ്, നമ്മളതിനെ ഇംപെഡൻസ് എന്ന് പറയും, ഓരോന്നിൻ്റെയും റെസിസ്റ്ററിൻ്റെയും അതുപോലെ കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും പിന്നെ റിയാക്റ്റൻസിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിന് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയും. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഒന്നിൽ കൂടുതൽ, അതായത് പലതരം റിയാക്റ്റൻസും റെസിസ്റ്റൻസും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ഒപ്പോസിങ് ടെൻഡൻസിയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇംപിഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും, ഇംപിഡൻസ്. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇംപിഡൻസ്. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓം തന്നെയാണ്. നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത് പോലെ ഓമിൽ തന്നെയാണ് ഇംപിഡൻസും മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് ലാഗ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു എന്നാണ്. വോൾട്ടേജ് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കറണ്ട് ലാഗ് ചെയ്യും. ആ കാര്യം തിരിച്ചും മറിച്ചും ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യുന്നതുകൊണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട് വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. അപ്പോൾ ലാഗിങ്ങും ലീഡിങ്ങും എല്ലാം നമുക്കറിയാം, π/2 ഡിഫറൻസിലാണ് അവിടെ ലാഗിങ് ലീഡിങ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസ് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇംപിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഫേസ് ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ആവശ്യമുള്ള XY Z ആക്സിസസ് വരയ്ക്കുക. അപ്പോൾ അതാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോഴിത് പ്ലസ് എക്സ്, ഇത് Y ആക്സിസ്, ഇത് മൈനസ് Y ആക്സിസ്, ഇത് അഗൈൻ മൈനസ് X ആക്സിസ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങോട്ട് വരയ്ക്കുന്നതെല്ലാം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, താഴോട്ട് വരയ്ക്കുന്നതെല്ലാം ലാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഈ പിന്നെ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ കറണ്ടും പിന്നെ വോൾട്ടേജും, അതായത് അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും എല്ലാം സെയിം ഫേസിലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത E എന്ന് പറയുന്നത് E0 sin omega t എന്ന് പറയുന്ന അപ്ലൈഡ് EMF. അതുപോലെ റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടും അതിൻ്റെ വോൾട്ടേജും എല്ലാം സെയിം ഫേസിലായിരിക്കും. ആ സെയിം ഫേസിലുള്ള വോൾട്ടേജും കറണ്ടും കൂടെയാണ് ഞാൻ ഇതിൽ കൂടെ തന്നെ അത് വരയ്ക്കുക. അത് രണ്ടും കൂടെ സെയിം ഫേസ് ആയതുകൊണ്ടാണ് ഇതിൽ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ അത് VR എന്ന് പറഞ്ഞ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ് ഇല്ല അതിൽ. അപ്പോൾ രണ്ടും സെയിം ഫേസിലായതുകൊണ്ട് ωt എന്നുള്ള ഫേസിലാണ്. അപ്പോൾ ഇതാണ് റെസിസ്റ്ററിൻ്റെ കാര്യം. ഇനി ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിൻ്റെ കറണ്ട് ലാഗ് ചെയ്യും, π/2 ലാഗ് ചെയ്യും. അപ്പോൾ EMF എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അത് സെയിം ഈ π/2 തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടുന്ന് 90 ഡിഗ്രി, അതായത് ഈ ഇതിൽ നിന്ന് 90 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് നീളം കൂട്ടിയാണ്, അതായത് ഇത് വോൾട്ടേജ് എന്ന് പറയുന്നത് VL കുറച്ച് വലുതാക്കിയാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ ഈ വാല്യൂ കുറച്ച് കൂടിയ വാല്യൂ ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മൊത്തം നോക്കുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ωt പ്ലസ് π/2 ഇതാണ് ഇൻഡക്ടർ. കപ്പാസിറ്ററിനെ സംബന്ധിച്ച് അത് കറണ്ട് ലീഡ് ചെയ്യും, ഇപ്പോൾ വോൾട്ടേജ് ലാഗ് ചെയ്യും, π/2 ലാഗ് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അതാണ് ഈ വരയ്ക്കുന്നത്, ഈ വരച്ച്. അപ്പോൾ ഇത് VC, അത്
ലാഗ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇത് ഒമേഗ ടി മൈനസ് π/2 ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് മാർക്ക് ചെയ്തതിൽ ഇത് VL എന്ന് പറയുന്ന വോൾട്ടേജ് ഞാൻ കുറച്ച് വലുതാക്കിയാണ് എടുത്തിട്ടുള്ളത് VCയേക്കാളും. അതായത് VL വലിയ വോൾട്ടേജും VC ചെറിയ വോൾട്ടേജുമായി. അത് അങ്ങനെ വരുമ്പോൾ VL നിന്ന് VC കുറയ്ക്കാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അല്ല തിരിച്ചാണ്, VC ആണ് വരുന്നത്. VC നമ്മൾ നീളം കൂട്ടി വരയ്ക്കും, ഇത് കുറച്ച് വരച്ച് കഴിഞ്ഞാൽ VC മൈനസ് VL. ചില ബുക്കുകളിൽ ഇതിന് ഡിഫറൻസ് ഇട്ട് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അതായത് ഇത് ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ നമുക്കിവിടെ 0 വരും. അത് നമുക്ക് പിന്നീടൊരു കേസിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് വലുതും ഇത് ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ VL മൈനസ് VC അതിവിടെ എഴുതാൻ പറ്റും. അപ്പോൾ അത് VL അതായത് ഇത്രയും നീളമുണ്ട്, അതിന് മാഗ്നിറ്റ്യൂഡാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വരും. ഞാനത് ഇവിടെ വരച്ചു. അപ്പോൾ അത് ഇങ്ങനെ. അപ്പോൾ ഇവിടെ VLൻ്റെ സൈഡിലേക്കാണ്. അതായത് ഈ സർക്യൂട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് ഇത് നമ്മൾ വെക്ടേഴ്സ് പോലെ ആണെങ്കിൽ ഇതിനൊരു പാരലോഗ്രാം പോലെ പാരലോഗ്രാമിൻ്റെ സൈഡ്സായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാരലോഗ്രാമിൻ്റെ സൈഡായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങോട്ട് നീട്ടി ഒരു പാരലോഗ്രാം പോലെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മളൊരു പാരലോഗ്രാം ആയിട്ട് കണക്കാക്കിയെടുക്കുക. അപ്പോൾ ഇത് പാരലോഗ്രാം പോലെ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സും പിന്നെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഡയഗണലായിരിക്കും. അതായത് ഈ പോയിൻ്റ് നമുക്ക് O എന്ന് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരയ്ക്കാം, ഇവിടുന്ന് നല്ല ഡയഗണൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് Oയിൽ നിന്ന് ഒരു ഡയഗണൽ നമ്മൾ വരയ്ക്കുക. Oയിൽ നിന്നുള്ള ഡയഗണൽ ഇതാണ്. Oയിൽ നിന്നുള്ള ഡയഗണൽ. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഹെഡിങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്, V എന്ന് ഞാൻ എഴുതി. അപ്പോൾ ഈ സൈഡെന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് ഈ സൈഡ് വരച്ചത് തന്നെയാണ്. അത് VL മൈനസ് VC ആയിരിക്കും. VL മൈനസ് VC ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ പോലെ കിട്ടും. OAB എന്നൊരു ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഹെഡിങ് ഇങ്ങോട്ട് തന്നെ ഈ സൈഡാണിത്. നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ പോലെയൊക്കെ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രയാങ്കിൾ OAB എന്ന് OA സ്ക്വയർ ഈസ് ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് AB സ്ക്വയർ നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ OA എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ V സ്ക്വയർ ഈസ് ഈക്വൽ ടു OB എന്ന് പറയുന്നത് VR ആണ്. VR സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് പറയുന്നത് VL മൈനസ് VC ഇത് ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മളിത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് VL. ഇവിടെ VL ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഒമേഗ L എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ VC നമ്മൾ എഴുതിയിട്ടുണ്ട്. VC ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1/ωc. VR എഴുതിയിട്ടുണ്ടായിരുന്നു. VR ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് പകരം അവിടുത്തെ റിയാക്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് VCക്കും VLനും VRനും നമ്മൾ ആ ഇക്വേഷനിൽ ഈ കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ V സ്ക്വയർ ഈസ് ഈക്വൽ ടു VRന് പകരം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് സ്ക്വയർ ഉണ്ട്, സ്ക്വയർ എടുക്കുക, പ്ലസ് VLന് പകരം നമ്മൾ I ഇൻറ്റു ഒമേഗ L മൈനസ് VCക്ക് പകരം I ഇൻറ്റു 1/ωc സ്ക്വയർ ഉണ്ട്, സ്ക്വയർ കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് ഈ ബ്രാക്കറ്റിനകത്ത് ഇവിടെ I ഉണ്ട്, ഇതിനകത്തും I ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇവിടെ ഈ സ്ക്വയർ ഈ ഐക്കൊക്കെ ബാധകമാണ്, ഈ രണ്ട് ഐക്കും. അപ്പോൾ നമുക്ക് ഇതിനൊന്നുകൂടെ റിയാൻ ചെയ്ത് കഴിഞ്ഞാൽ V സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ I സ്ക്വയർ
ആർ സ്ക്വയർ പ്ലസ് ഇത് ഐ സ്ക്വയർ ആയിട്ട് ഞാൻ കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തു. ബാക്കി ബ്രാക്കറ്റിനകത്തുള്ളത് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി സ്ക്വയർ ഇവിടെ ഉണ്ട്, അതവിടെ കൊടുക്കുക. ഇനി ഇവിടെ ഈ ഐ സ്ക്വയർ ഉണ്ട്, ഈ ഐ സ്ക്വയർ ഉണ്ട്, ഇതിനെ കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് ആർ സ്ക്വയർ പ്ലസ് ഈ ബ്രാക്കറ്റിനകത്തുള്ള അത്രയും ടേംസ്, അതായത് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ദി ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇതിൽ നിന്ന് വി കാണണമെങ്കിൽ നമ്മൾ ഇതിനെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ദി ഹോൾ സ്ക്വയർ എടുത്തു. ഈ ഐ സ്ക്വയറിനെ റൂട്ടിന് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഐ ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ദി ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഈ ഐ ഇതിന് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ബൈ ഐ എന്ന് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ദി ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണ് വി ബൈ ഐ? ഇപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് നമ്മൾ ഓംസ് അനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ റെസിസ്റ്ററുണ്ട്, ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പോലെ തന്നെ അതിന് മറ്റൊരു വാല്യൂ ഉള്ളതാണ് റിയാക്റ്റൻസ്. അപ്പോൾ എല്ലാ റിയാക്റ്റൻസും റെസിസ്റ്റൻസും കൂടെ ചേർന്ന് ഉള്ളതുകൊണ്ട് വി ബൈ ഐ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇസഡ് എന്ന് പറയും. ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇമ്പിഡൻസ് എന്ന് പറയും. അപ്പോൾ ഇമ്പിഡൻസ് ആണ് നമ്മളിവിടെ കിട്ടിയ വി ബൈ ഐ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് പോലെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് മാത്രമല്ല ഉള്ളത്, കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും പിന്നെ റെസിസ്റ്റൻസ്, അതായത് അതിൻ്റെ റിയാക്റ്റൻസ് എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഇവിടെ നമ്മൾ ഇമ്പിഡൻസ് എന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് ഇസഡ് എന്ന് കൊടുക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ദി ഹോൾ സ്ക്വയർ കിട്ടും. ഇവിടെ ഈ ഇക്വേഷനിൽ ഈ ഒമേഗ എൽ അതുപോലെ 1 ഒമേഗ സി ഇത് ഈ ഇക്വേഷനിൽ ഇതും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഒമേഗ എൽ ഈക്വൽ ടു 1 ഒമേഗ സി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വി എല്ലും വി സിയും തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ട് 0 ആയിപ്പോകും. അതുപോലെ അത് 0 ആയിക്കഴിഞ്ഞാൽ ആര് മാത്രമേ കാണൂ? റെസിസ്റ്റർ മാത്രമേ കാണൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അതായത് ഇസഡ് എന്ന് പറയുന്നത് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ആർ മാത്രമാവും. അതാണ് ഈ സർക്യൂട്ടിൻ്റെ, അതായത് ഈ സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴാണോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും, അതായത് ഒമേഗ എല്ലും 1 ഒമേഗ സിയും ഈക്വൽ ആകുന്നത്, തുല്യമാകുന്നത്, അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആറ് മാത്രമായിരിക്കും. മറ്റേ രണ്ടും കൂടെ ഈക്വൽ ആയിട്ടുള്ളതുകൊണ്ട് അതില്ലാതാവും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ കപ്പാസിറ്ററിനെ സംബന്ധിച്ച് നമ്മൾ ഒമേഗ എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്, അതാണ് ഒമേഗ. പിന്നെ ഈ ഒമേഗ എൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2π എഫ് ഇൻറ്റു എൽ എന്ന് പറയും. ഇതിനാണ് നമ്മൾ ഈ ഒമേഗ എല്ലിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എ സി സപ്ലൈ സംബന്ധിച്ച് എ സിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന കറണ്ടിന് 50 ഹെർട്സാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് കണ്ടോ 2π ഇൻറ്റു ആ ഫ്രീക്വൻസി ഇൻറ്റു ഇൻഡക്റ്ററിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് ഫ്രീക്വൻസി ഉള്ള ഒരു പിന്നെ വോൾട്ടേജിനെ കറണ്ടിനെ സംബന്ധിച്ച് എക്സ് എൽ എന്ന് പറയുന്ന ഫ്രീക്വൻസി അനുസരിച്ച് കൂടും. അപ്പോൾ നമ്മളിവിടെ എക്സ് എൽ എഴുതി കഴിഞ്ഞാൽ എക്സ് എൽ ഡി സിക്ക് നമുക്കറിയാം 2π എഫ് ഇൻറ്റു എൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഈ 2 കോൺസ്റ്റൻ്റ് ആണ് ഇത്. അതായത് ഈ എക്സ് എൽ എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇപ്പോൾ ഫ്രീക്വൻസി ഇല്ലാത്ത ഒരു വാല്യൂ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡി സി സപ്ലൈ ആണെങ്കിൽ എഫ് 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എൽ എന്ന് പറയുന്നത് 0 ആവും.
അതായത് ഡി സി ആണ് ഇത് ഒരു ഇൻഡക്ടറിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ അതിന് യാതൊരു ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എ സിയെ സംബന്ധിച്ചാണ് ഇതിനൊരു റിയാക്റ്റൻസ് ഇവിടെ വരുന്നത്. അതുപോലെ കപ്പാസിറ്ററിൻ്റെ കേസാണെങ്കിലോ നമ്മൾ ഒമേഗയ്ക്ക് പകരം 2πf കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സി എന്നുള്ളത് നമുക്കറിയാം 1/ω/c ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2πf × c. അപ്പോൾ അവിടെ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു എ സി സപ്ലൈ നമ്മൾ കപ്പാസിറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എക്സ് സി എന്ത് ചെയ്യും? ഇത് ഡിനോമിനേറ്ററാണ്, എക്സ് സി കുറയും. അതേസമയം ഒരു ഡി സിയെ സംബന്ധിച്ച് എക്സ് സി എന്ന് പറഞ്ഞാൽ ഡി സിയെ സംബന്ധിച്ച് എഫ് ഇല്ല, അതപ്പോൾ 0 ആണ്. 1/0 ആകുമ്പോൾ ഒരു ഇൻഫിനിറ്റ് അല്ലേ, ഇത് 0 ആയിട്ട് വരും, ഇൻഫിനിറ്റ് വാല്യൂ ആയിട്ട് പോകും. അപ്പോൾ ഡി സി ആണെങ്കിൽ കപ്പാസിറ്റർ ഡി സി എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കും. എ സി ആണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും, റിയാക്റ്റൻസ് കുറയും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഇപ്പോൾ കപ്പാസിറ്ററും ഇൻഡക്ടറും. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് പോകാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഒമേഗ എല്ലും 1/ω/cയും ഈക്വലാകുമ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ആയിട്ട് വരും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ ഈ സർക്യൂട്ടിന് ഉപയോഗിക്കാനുള്ള കാര്യം, റിസൊണൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ 6 മാത്രമുള്ളപ്പോൾ ഈ സർക്യൂട്ട് ഇതുവഴിയുള്ള കറണ്ടിനെ മാക്സിമം കടത്തിവിടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ പറയുന്നത് അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയും, അക്സെപ്റ്റർ സർക്യൂട്ട്. അപ്പോൾ സീരീസ് LCR സർക്യൂട്ടിൻ്റെ മറ്റൊരു പേരാണ് അക്സെപ്റ്റർ സർക്യൂട്ട്. പാരലൽ LCR സർക്യൂട്ടിന് റിജക്റ്റർ സർക്യൂട്ട് എന്ന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ നമുക്കതിനെപ്പറ്റി പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സീരീസിലായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അക്സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ when inductive reactance and capacitive reactance are equal, അതായത് ω/L equal to 1/ω/c, the impedance of the circuit is equal to the resistor connected in the circuit. In that condition, the circuit allows maximum current to flow. Therefore, the series LCR circuit is otherwise called an acceptor circuit. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർമ്മ വെച്ചേക്കുക. ഈ അക്സെപ്റ്റർ സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ω² എല്ലിന് താഴെ കൊണ്ടുപോകുക. അപ്പോൾ ω² ഈസ് ഈക്വൽ ടു 1/LC എന്ന് കിട്ടും. ദർഫോർ ω ഈസ് ഈക്വൽ ടു √1/LC, അതായത് 1/√LC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. √LC. ഈ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ അതുകൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ω ഈസ് ഈക്വൽ ടു 2π × f ആണ്. അപ്പോൾ 2πf ഈസ് ഈക്വൽ ടു 1/√LC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദർഫോർ f ഈസ് ഈക്വൽ ടു 1/2π × √LC. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൻ്റെ, അതായത് ഈ LCR സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ പറയും. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ കപ്പിൽ നമ്മളൊരു കമ്പൊക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തട്ടിയാൽ എന്ത് ചെയ്യും? ആ കപ്പ് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കപ്പിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണിത്, എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. ഇതേപോലെ ഒരു ചെറിയൊരു കപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചായ കഴിക്കുന്ന നല്ല ചെറിയ മണ്ണ് കൊണ്ടുള്ള കപ്പ്, സ്റ്റീലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് നൽകും. ഇപ്പോൾ ഇതിനൊരു സോസറിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് കപ്പ്. അപ്പോൾ ഇതിനെ ഞാനൊരു ചെറിയൊരു കമ്പ് വെച്ചിട്ട് ഇതിനെ ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നമ്മളിങ്ങനെ കൈ വെച്ചതിനെ ചെറുതായിട്ടൊന്ന് അടിക്കുമ്പോൾ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അല്ലേ? ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അത് നമ്മൾ വേറെ ഈ സൈഡിൽ അടിച്ചാലും അതുപോലെ തന്നെ സൗണ്ട്, ഏത് സൈഡിൽ അടിച്ചാലും എന്ത് ചെയ്യും? അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ പുറപ്പെടും. അപ്പോൾ ഇതാണ് ഈ കപ്പിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ പറയുന്നത്. ഇപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അങ്ങനെയുണ്ട്. അപ്പോഴങ്ങനെ ഈ സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, അതായത് നമ്മളിപ്പോൾ എഴുതിയ ω/L ഈസ് ഈക്വൽ ടു 1/ω/c ആകുമ്പോൾ ഈ എല്ലിനെ താഴെ കൊണ്ടുപോകുക, ഈ ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ
സ്ക്വയർ ആവും, ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC എന്നാവും. നല്ല എളുപ്പമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. അത് റൂട്ട് ഓഫ് 1/LC. അതായത് ഇത് ഒന്നിന് നമ്മൾ റൂട്ട് എടുത്താലും കുഴപ്പമില്ലല്ലോ, അത് ഒന്ന് തന്നെ. അപ്പോൾ ഒരു ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഈ ഒമേഗ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് 2πf എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഇതിനെ ഓർമ്മിക്കാനായിട്ട് നമ്മളൊരു ഫുൾ വേവ് എടുത്തു കഴിഞ്ഞാൽ ഈ വേവിനെ 0, ഇതിന് നേരെയുള്ളത് π/2, ഇത് പൈ, ഇത് π/2 ആണ്, ഇത് പൈ, ഇത് 3π/2, ഇത് 2π. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കാനുള്ള സമയമാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയും, T പീരീഡ്. ഈ പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി, F = 1/T നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് 2π / ടൈം. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഈ 1/T എന്ന് പറയുന്നത്, അതായത് 2π × 1/T, അതാണ് 2π × F എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒമേഗ എന്ന് പറഞ്ഞാൽ 2πF എന്ന് എഴുതാം. അതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പഠിക്കാനിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√LC ഇങ്ങനെ എഴുതാം. ഈ F നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ F ഈസ് ഈക്വൽ ടു ഈ 2π ഇങ്ങ് താഴെ കൊണ്ടുവരിക. അപ്പോൾ 1/2π × √LC. അപ്പോൾ ഇതിൽ എല്ലും സിയും ചേഞ്ച് ചെയ്യാനനുസരിച്ച് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ട്യൂണിങ് സർക്യൂട്ടിൽ നമ്മൾ ഈ സർക്യൂട്ടിനെ ഉപയോഗിക്കാറുണ്ട്. അതായത് റേഡിയോയിലും ടെലിവിഷനിലൊക്കെ ട്യൂണറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ കാര്യം നമുക്ക് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ട്യൂണിങ്ങിനെ പറ്റി നമ്മൾ ഈ സെക്ഷനിൽ തന്നെ പറയാനുണ്ട്. അപ്പോൾ നമുക്കിത് കൂടുതൽ കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് ഇസഡിൻ്റെ കാര്യം, ഇതിപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാം വെച്ചാണ് ചെയ്തത്. ഇതിൻ്റെ തന്നെ മറ്റൊരു അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് എഫ് കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഫേസറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. അപ്പോൾ ഫേസർ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. ഈ EMF-ഉം കറണ്ടും പിന്നെ സെയിം ഫേസാണ് റെസിസ്റ്റൻറ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ റെസിസ്റ്റൻ്റെ EMF-ഉം റെസിസ്റ്റൻ്റെ കറണ്ടും നമ്മൾ അപ്ലൈഡ് EMF എല്ലാം സെയിം ഫേസാണ്. അത് ഒമേഗ T എന്ന ഫേസിലാണ്. അതാണ് ഈ വരച്ചിരിക്കുന്നത്. പിന്നെ ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിൻ്റെ കറണ്ട് ലാഗ് ചെയ്യുകയും അതേസമയം വോൾട്ടേജ് ലീഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. π/2 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കപ്പാസിറ്ററാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇപ്പോൾ വോൾട്ടേജ് ലാഗ് ചെയ്യും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഫറൻസ് കാണുമ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യും, റിസൾട്ടൻ്റ് വോൾട്ടേജ് ഇവിടെ നമുക്ക് കിട്ടും. അതാണ് VL - VC. അപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് ഇതിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാരലഗ്രാമിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ്സ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദ ഡയഗണൽ ഡ്രോൺ ഫ്രം ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടു വെക്ടേഴ്സ് ഗീവ്സ് ദി റിസൾട്ടൻറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ നിന്നൊരു ഡയഗണൽ വരയ്ക്കുമ്പോൾ B എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് φ എന്ന് വേണമെങ്കിൽ എടുക്കാം. ഈ ആംഗിൾ φ. അപ്പോൾ ഈ ട്രയാങ്കിൾ OBA എന്ന് പറയുന്ന ട്രയാങ്കിൾ, OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതായത് ഇവിടെ വരച്ചിട്ടുണ്ട്. OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ ആംഗിൾ O എന്ന് പറയുന്ന ആംഗിളാണ് φ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ട്രിഗണോമെട്രിയിലുള്ളതാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ VR എന്താണ്, VL എന്താണ്, VC എന്താണെന്നെല്ലാം നമുക്കറിയാം. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, ഇത് ഈ സർക്യൂട്ടിൽ ഉള്ള പിന്നെ ടോട്ടൽ, അതായത് റിസൾട്ടൻ്റ് റെസിസ്റ്റൻസ്, അത് നമ്മൾ റിസൾട്ടൻ്റ് റിയാക്റ്റൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിതിനെ നമ്മൾ സാധാരണ പറയുന്നത് ഇംപിഡൻസ് എന്നാണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പോലെ തന്നെയാണ്. എല്ലാ കമ്പോണൻസും കൂടി ചേർന്ന് ഈ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മളിവിടെ ഇംപിഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഇംപിഡൻസാണ് Z എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴാണോ ഈ ωL = 1/ωc ആവുന്നത്, അപ്പോൾ ഈ സർക്യൂട്ടിൽ Z എന്ന് പറയുന്നത് R ആവും. അപ്പോൾ ഈ സർക്യൂട്ട് ഈ മാക്സിമം കറണ്ടിനെ കടത്തിവിടും. അതുകൊണ്ട് നമ്മളിതിനെ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയും. സീരീസ് LCR സർക്യൂട്ട് ഈസ് അതർവൈസ് കോൾഡ് അക്സെപ്റ്റർ സർക്യൂട്ട്. അപ്പോൾ ഇതിൽ ഈ
ഒമേഗ സി, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഒമേഗ എൽ. 1/ωc ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ഒമേഗ. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ നമുക്കതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 1/2π × √LC. ഇത് നമ്മളെ ഈ സർക്യൂട്ടിന് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രീക്വൻസി എന്നാണ്. അപ്പോൾ ഇതിൽ ഒമേഗ എന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടി ഇത് എടുക്കുക. ഒരു വേവ്, ഒരു സൈൻ വേവ് ആകുമ്പോൾ അതിൻ്റെ ഫുൾ സൈക്കിൾ ആകുമ്പോൾ 2π ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതിനെടുക്കുന്ന സമയമാണ് എൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. 1 പീരീഡാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒമേഗയ്ക്ക് പകരം 2π എന്ന് എഴുതിയത്. അപ്പോൾ ഇതിൽ ഈ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലിനെയോ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ വരച്ചതിൽ ഒരു ചെറിയ ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ V ആണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് കൊണ്ട് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൻ്റേതായ റിയാക്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ടോട്ടൽ V × I ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് R എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ Z എന്ന് എടുക്കും. ഇത് R ആണ്, I × R ആണ്. ഇത് ωL ωc. അപ്പോൾ നമ്മളിതിനെ പറയുന്നതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയും. ഇമ്പിഡൻസ് ട്രയാങ്കിൾ നമുക്കത് ഒന്ന് നോക്കാം. എന്താണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്താണ് O, ഇവിടെ A എന്ന് പറയുന്ന പോയിൻ്റാണ്, ഇത് B എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ ആംഗിളാണ് ഫൈ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ ഇത് ആദ്യം ഫേസ് ഡയഗ്രാം വെച്ചപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫൈ ആണ്. ABO. ഇത് V ആണ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസായിട്ട് വരുന്ന സൈഡ് V ആണ്. പിന്നെ ഈ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് VL - VC എന്ന് പറയാം. ഇത് VR ആണ്. നമ്മളിതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ I × R ആണ്. ഇത് I × ωL - 1/ωc. ഇത് I × Z എന്നെടുക്കാം. I × Z എന്നെടുക്കാം. Z എന്ന് പറയുന്നത് ഇവിടുത്തെ ഇമ്പിഡൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ V/I എടുത്തു കഴിഞ്ഞാൽ ഇവിടെ Z കിട്ടും. ഇവിടെ ഇതിനെ ഈ റിയാക്ടൻസിനെ I കൊണ്ട് എടുത്ത് ഇതിനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിനെയും വരണം, ഇതിനെയും വരണം. ഇവിടെ അത് തന്നെ VR എന്ന് പറയുന്നത് ഇത് VL/I ആണ്. VL/I അതുപോലെ VC/I അതാണ് ഈ നമ്മൾ ωL കിട്ടുന്നത്. ഇവിടെ VR എന്ന് പറഞ്ഞാൽ VRനെ I കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ R കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓംസിൽ പഠിച്ചിട്ടുണ്ട് V/I = R. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് Z കിട്ടണമെങ്കിൽ V/I. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അതായത് VL/I - VC/I. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ റിയാക്ടൻസും കിട്ടുന്നത്. ഈ VL ആണ് നമുക്ക് I × ωL നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമേ നമ്മൾ പറഞ്ഞപ്പോഴേ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യം അത് ഓർമ്മിച്ച് വെച്ചേക്കുക. VL എന്ന് പറയുന്നതാണ് I × ωL. അപ്പോൾ പിന്നെ VC ആണ് I × ωc എന്ന് പറയുന്നത്. VR എന്ന I × R. അപ്പോൾ ഇത് ഓംസിൽ പഠിച്ചപ്പോൾ നമ്മളവിടെ V/I = R നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ ഈ സൈഡ് Z ആയിട്ട് എടുക്കുക, ഈ സൈഡ് നമ്മൾ ωL - 1/ωc, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ R ആയിട്ട് എടുക്കുക. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഫേസിൽ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ ട്രയാങ്കിൾ, ഇത് ഫൈ, ഈ ആംഗിളാണ് ഫൈ. അപ്പോൾ ഇത് Z ആണ്. ഇത് ωL - 1/ωc, ഇത് R. ഇപ്പോൾ പേര് കൊടുക്കാം OAB, സെയിം തന്നെയാണ്.
അപ്പോൾ ഇതിനാണ് നമ്മൾ ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപെഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് പിന്നെ Z കണ്ടുപിടിക്കാം, R കണ്ടുപിടിക്കാം, അതുപോലെ ഇത് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ കോസ് ഫൈ, സൈൻ ഫൈ, ടാൻ ഫൈ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ആണ്. കോസ് ഫൈക്ക് ഒരു പേരുള്ളത് പവർ ഫാക്ടർ എന്ന് പറയും, പവർ ഫാക്ടർ. പിന്നെ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ Z. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ കിട്ടും. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ആറിൻ്റെയും ഇസഡിൻ്റെയും റേഷ്യോ കിട്ടും. ടാൻ ഫൈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഷ്യോ കിട്ടും. നമുക്ക് ടാൻ ഫൈ അതെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ടാൻ ഫൈ എഴുതി നോക്കാം. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഈ റിയാക്റ്റൻസ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ωL മൈനസ് 1/ωc ഡിവൈഡ് ബൈ ഈ സൈഡ് R. ഇതാണ് ടാൻ ഫൈ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് നമ്മൾ ഫേസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൽ നിന്ന് ഫൈ കാണണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ടാൻ ഇൻവേഴ്സ് എടുക്കുക. ടാൻ ഇൻവേഴ്സ് ωL മൈനസ് 1/ωc/R. ടാൻ ഇൻവേഴ്സ് ഫൈ എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇങ്ങനെ എടുക്കും. അതിനി കോസ് ഫൈ എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് R ഡിവൈഡഡ് ബൈ Z ആണ്. അതായത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ തീറ്റയ്ക്ക് വരെ ഫൈ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡ് OB ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ് OA, അതാണ് നമ്മൾ ഈ R/Z എന്ന് ഡയറക്റ്റ് എഴുതിയത്. അതുപോലെ സൈൻ ഫൈ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ωL മൈനസ് 1/ωc ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആകുമ്പോൾ Z ആവും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് പറയും? ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറയും. ഇംപെഡൻസ് ട്രയാങ്കിൾ. ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ഇംപെഡൻസ്, റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ്. ഇത് റിസൾട്ട് ആൻഡ് റിയാക്റ്റൻസ് ആണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ സൈഡ്. അതാണ് ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഇംപെഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ടാൻ ഫൈ കണ്ടുപിടിക്കാം, കോസ് ഫൈ കണ്ടുപിടിക്കാം, സൈൻ ഫൈ കണ്ടുപിടിക്കാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചോദിക്കുക. അപ്പോൾ ഇത് ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത് എഴുതുക. ഇംപെഡൻസ് ട്രയാങ്കിളിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മളിതിൻ്റെ കറണ്ടിനെയും വോൾട്ടേജിനെയും, അതായത് ഈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻ്റ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത EMF എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ പിന്നെ ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്, അതുപോലെ റെസിസ്റ്ററുണ്ട്. ഇപ്പോൾ ഇവിടെ I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ്, കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് ആണ് XC എന്ന് എഴുതിയിട്ടുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത EMF ഉണ്ട്, E=EC sin⁻t ഉണ്ട്. നമ്മൾ ക്രിച്ചോസ് മെഷ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അതായത് ഇതിവിടെ അപ്ലൈ ചെയ്ത EMF ഇതിൻ്റെ ടോട്ടൽ, അതായത് L×di/dt പ്ലസ് Q/C പ്ലസ് I×R. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ 1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ Q എന്ന് പറയുന്നത് നമുക്ക് എഴുതുമ്പോൾ, അപ്പോൾ ഇത് നമുക്ക് Q എഴുതാം. Q = Q0 × sin ωt പ്ലസ് തീറ്റ ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ പോലെയാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണിത്. അതാണ് നമ്മളിങ്ങനെ എഴുതാനുള്ള കാരണം. അപ്പോൾ ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മിക്കാം എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. I എന്ന് പറയുന്നത് = dQ/dt എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജ് നമുക്ക് കറണ്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം അത് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കിട്ടുമെന്നറിയാം. ഇപ്പോൾ നോക്കാം. dQ/dt ചെയ്യുമ്പോൾ ഇവിടെ Q0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഫുൾ എഴുതാം. d/dt ഓഫ് Q0 × sin
ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതാണ്. അപ്പോൾ ഇതിൽ Q0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് Q0 ഇങ്ങനെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ Q0 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇങ്ങനെ എഴുതി. ഇപ്പോൾ സൈൻ ഒമേഗ ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ അത് കോസ് ഒമേഗ ടി എന്ന് കിട്ടും, പ്ലസ് തീറ്റ എന്ന് കിട്ടും. പിന്നെ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റു ഒമേഗ കൂടെ കിട്ടും. ഇതാണ് എൻ്റെ ആൻസർ. അതായത് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ക്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ Q0 ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് കിട്ടും. ഇതാണ് ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഇതൊരു വാല്യൂ നമുക്ക് നേരത്തെയുള്ള മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളിവിടെ കണ്ട ഇക്വേഷനിൽ കറണ്ട് ഐക്ക് പകരം നമുക്ക് ഇതാണ്ടോ, ഈ ഐക്ക് പകരം നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഐ ആണ്. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അതിൽ നിന്നാണ് നമുക്ക് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർമ്മിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഐയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കേണ്ടതാണ്. പിന്നെ ക്യൂ നമുക്കിവിടെ ഉണ്ട്, ഐ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടോട്ട് പോകാം. ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ക്യൂ ബൈ സി ഇൻറ്റു ഐ ഇൻറ്റു ആർ. അപ്പോൾ ഐ അറിയാം, ക്യൂ അറിയാം. ഇവിടെ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി അതിവിടെ എടുക്കാം. അപ്പോൾ നോക്കാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ വീണ്ടും ഇവിടെ എഴുതുകയാണേ. അതായത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി പ്ലസ് ഐ ഇൻറ്റു ആർ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡി ഐ ബൈ ഡി ടി ഇവിടെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ഐ ഇവിടെ ഉണ്ട്, ഐ ആണിത്. ആ ഐയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി ഐ ബൈ ഡി ടി നമ്മളിവിടെ നിന്ന് എടുക്കാം. ഡി ഐ ബൈ ഡി ടി എടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഐക്ക് പകരം ഇത് കൊടുക്കുക. Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ കൊടുക്കുക. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇവിടെ ഡി ബൈ ഡി ഇതിൽ Q0യും ഒമേഗയും കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളത് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നമുക്ക് ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ കിട്ടും. അപ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇത് വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഈ ഒമേഗയും കൂടെ ഒമേഗ സ്ക്വയർ ആവും. Q0 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, അപ്പോൾ മൈനസ് ഇവിടെ കൊടുത്തു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതാണ് ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻസാണ് എല്ലാം ബോക്സിനകത്തിട്ടുള്ളത്. ഡി ഐ ബൈ ഡി ടി ഉണ്ട്, പിന്നെ കറണ്ടിൻ്റെ ഇക്വേഷനുണ്ട്, ചാർജിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇയുടെ ഇക്വേഷൻ, ഈ ഒന്നാമത്തെ ഇക്വേഷനാണ് ഇത്. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പോൾ മൈനസ് അവിടെ ഉണ്ട്, എല്ലുണ്ട്. ഇപ്പോൾ ഡി ഐ ബൈ ഡി ടി നമ്മൾ ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു. ആ മൈനസും ഇവിടുത്തെ ഈ എല്ലിൻ്റെ ഈ മൈനസും കൂടി ചേർന്ന് പ്ലസ് ആയി പോകും. അപ്പോൾ അതവിടെ
മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറി. പിന്നെ അവിടെ ഇല്ല, മൈനസ് ഇല്ല. di/dt പകരം Q0 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ അതായി പ്ലസ് ക്യൂവിന് പകരം Q0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇവിടെ ഡിവൈഡ് ബൈ സി ഉണ്ട്, ഇക്വേഷനിൽ സി ഉള്ളതാണ് സി. പ്ലസ് ഐക്ക് പകരം Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് എൽ ഇൻറ്റു di/dt. ആ di/dtക്ക് പകരം ഇത് മൈനസ് Q0 ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ അത് ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും. അങ്ങനെ ആകുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു Q0 ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഇത് ഈ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അടുത്തത് Q/C ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Q/Cക്ക് പകരം 1/C അവിടെ ഇട്ടിട്ട് Q0 ഇൻറ്റു ക്യൂവിന് പകരം Q0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ അതെടുത്തു. ഐക്ക് പകരം ഇത് ഐക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐക്ക് പകരം Q0 ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എല്ലാ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒമേഗ എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അത് XL എന്ന് കൊടുക്കുക. അതുപോലെ 1/ωc ആണ് XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 1/C മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/C അപ്പോൾ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1/C എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു XC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇ ഈസ് ഈക്വൽ ടു ഇവിടെ ഒമേഗ ഇൻറ്റു എൽ. ഇവിടെ ഒരു ഒമേഗ കൂടെ വരും. ഒമേഗ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഒമേഗ എൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒമേഗ കൂടെ കിടക്കും. അപ്പോൾ Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു XL എന്ന് കിട്ടും. Q0 ഒമേഗ ഇൻറ്റു XL. ബാക്കിയുള്ളത് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ഇവിടെ 1/C ആണുള്ളത്. അപ്പോൾ 1/Cക്ക് പകരം ഒമേഗ ഇൻറ്റു XC എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു XC എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ഇവിടെ വേറെ ഒന്നും ചെയ്യാനുള്ളത് അങ്ങനെയാണ് ഇട്ടിരിക്കുക. അത് Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. വേറെ നമ്മളൊന്നും ചെയ്തില്ല. ഇവിടെ എല്ലാം റിയാക്റ്റൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഇക്വേഷനിൽ ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനിയുള്ളത് Q0 എല്ലായിടത്തും ഉണ്ട്, ഒമേഗ എല്ലായിടത്തും ഉണ്ട്. അത് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു Q0 ഒമേഗ കോമൺ ആയിട്ട് എടുക്കും. ബാക്കിയുള്ളത് ഇവിടെ XL ഉണ്ട്. ഈ ഇവിടെ ഉള്ളത് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ അങ്ങനെ ഉണ്ട്. പ്ലസ് Q0 ഒമേഗ എടുത്തു. പിന്നെ ഇവിടെ ഉള്ളത് XC ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇവിടെ Q0 ഒമേഗ നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇങ്ങനെ ഇട്ടു. നമ്മളിവിടെ ചെയ്തു വന്നപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ Q/C ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ടൈമിൽ I എന്ന് പറയുന്നത് ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. Q0 ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ. ഇവിടെ ഈ ഒരു ആറുണ്ട്. ആറ് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഇക്വേഷനിൽ. അതുകൊണ്ട് ഇവിടെ ഈ ഇക്വേഷനിൽ ഇവിടെ വരുമ്പോൾ അതായത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് Q0 ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അത് നമ്മളിവിടെ കൊടുക്കുക. ഇൻറ്റു ആറൂടെ ഉണ്ട്. അപ്പോൾ ആറൂടെ എഴുതാൻ പറ്റും. അതാണ് ഇത് എഴുതി വന്നപ്പോഴാണ് ഇപ്പോൾ കണ്ടത് പിടിച്ചത്. Q0 ഒമേഗ ഇൻറ്റു ഇവിടെ ഒരു ആറുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ആറ് വരും. ബാക്കി Q0 ഒമേഗ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നീളമുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് ഏതെങ്കിലും വിട്ടുപോയാൽ പെട്ടെന്ന്
കണ്ടുപിടിച്ചില്ലെങ്കിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ 6 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റിയത്. ശ്രദ്ധിക്കുക, ഇത് ചെയ്തു പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ചെയ്ത് വന്നതിൽ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇതിൽ -L/di/dt നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ മൈനസ് സൈൻ എടുക്കണ്ട, അതായത് അതിൻ്റെ ഇൻഡക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അതായത് L/di/dt മാത്രം എടുത്താൽ മതി. മനസ്സിലായി? അതായത് ഇത് ഇൻഡക്ടറിൻ്റെ കേസ് വരുന്നത് നമ്മൾ ലെൻസ് ലോ, ഫാരഡേസ് ലോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ EMF ഇൻഡ്യൂസ്ഡ് E = -d∅/dt എന്നുള്ള ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫൈ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഒരു AC സർക്യൂട്ട് എന്ന് പറയുക. ഏത് സർക്യൂട്ടായാലും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ പെട്ടെന്ന് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പെട്ടെന്ന് 0 നിന്ന് മാക്സിമത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഫ്ലക്സും 0 നിന്ന് മാക്സിമത്തിലേക്ക് പോകും. അപ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF എന്ന് പറയുന്നത് ഇതുവഴി പോകുന്ന കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ മൈനസ് സൈൻ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ ഫൈ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു I, അതായത് ഇവിടുത്തെ കറണ്ടിന് വേരിയേഷന് പ്രൊപ്പോർഷനാണ് ഇവിടുത്തെ ഈ സർക്യൂട്ടിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഫൈ = ഒരു കോൺസ്റ്റൻറ്റ് L/I എന്ന് എഴുതും. പക്ഷേ ഈ നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോയിൽ ലെൻസ് ലോയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ -d/dt ഓഫ് ഈ ഫൈക്ക് വരെ L/I നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ L എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈനസ് സൈൻ നമ്മൾ എടുക്കാതെ ഇരുന്നാലേ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന് അവിടെ ഒരു മൈനസ് സൈൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മൈനസ് സൈൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നില്ല എന്നാണ്. ഫാരഡേസ് ലോയും ലെൻസ് ലോയും ഉണ്ട്. ഫാരഡേസ് ലോ മാഗ്നിറ്റ്യൂഡും ലെൻസ് ലോ ഡയറക്ഷനും തരുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മൈനസ് ഇല്ല. മൈനസ് സൈൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ മൈനസ് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അതായത് L/di/dt, ആ di/dt നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ നമ്മൾ കൊടുക്കാതിരുന്നാൽ ഇതിൽ മൈനസ് കിട്ടും. ഇവിടെ മൈനസ് ഇക്വേഷനിൽ മൈനസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ളത് ഈ ഇക്വേഷനിൽ പ്ലസ് എന്നുള്ളത് മൈനസ് നമ്മൾ ഇടാം. പ്രശ്നമല്ലല്ലോ, ഇത് മനസ്സിലായില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോഴത് ഓർമ്മിക്കണം. ഇവിടെ ഈ കേസിൽ മൈനസ് സൈൻ എടുക്കണ്ട. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് അപ്പോൾ ഇവിടെ എല്ലാം മൈനസ് വരും. ഇതിൽ മൈനസ് കിട്ടും. അപ്പോൾ ആ മൈനസ് ഈ ഇതിലുള്ള മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസിനെ ഞാൻ ഇവിടെ ഇട്ടിരിക്കുകയാണ്. -XL എന്നുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്. വേറെ ചേഞ്ച് ഒന്നുമില്ല, ബാക്കിയെല്ലാം ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 6 വിട്ട് വരുന്നത് 6 കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. പിന്നെ ചെയ്യാനുള്ളത് ഇതിനെ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ഈക്വേഷൻ്റെ LHSനെ മൾട്ടിപ്ലൈയിങ് ബൈ Z/Z ഇങ്ങനെ എടുക്കാം. അപ്പോൾ E = Q0 × ω ഇവിടെ ഒരു Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കി അകത്തുള്ളത് -XL/Z × sin ωt + θ പ്ലസ് XC/Z × sin ωt + θ പ്ലസ് R/Z × cos ωt + θ ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങളെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ sin ωt + θ ഉണ്ട്, ഇവിടെയും sin ωt + θ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കോമൺ ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളത് XC/Z ഉണ്ട്, XL/Z ഉണ്ട്. അപ്പോൾ XC/Z മൈനസ് XL/Z × sin ωt എന്ന് എഴുതാം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ E = Z × Q0 × ω ഇവിടെ sin ωt + θ കോമൺ ആയിട്ട് എടുക്കും. ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ഇൻറ്റു
എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ഇസഡ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇത്രയും ആയി. പ്ലസ് ആർ ബൈ ഇസഡ് ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇങ്ങനെ ഇട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇംപെഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇംപെഡൻസ് ട്രയാങ്കിൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംപെഡൻസ് ട്രയാങ്കിൾ നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആർ ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് ഫൈ എന്ന് കിട്ടും. അതുപോലെ ഈ ഒമേഗ എൽ മൈനസ് 1 ഒമേഗ സി ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ സൈൻ ഫൈ എന്ന് കിട്ടും. ഇതാണ് ഈ ഒമേഗ എൽ മൈനസ് 1 സി എന്ന് പറയുന്നതാണ് നമ്മൾ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ ഫൈ കണ്ടുപിടിക്കുക, കോസ് ഫൈ കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോൾ ഇതിന് ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷനിൽ ഈ എക്സ് സി മൈനസ് എക്സ് എൽ ഈ ട്രയാങ്കിളിൽ നിന്ന് നമ്മളിവിടെ ഈ ട്രയാങ്കിളിൽ എക്സ് എൽ മൈനസ് എക്സ് സി എന്നാണ് കിടക്കുന്നത്. അതായത് ഇവിടെ എക്സ് എൽ വലുതും എക്സ് സി നമ്മളിതിൻ്റെ വലുതാണോ ചെറുതാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് വലുതാണെങ്കിൽ എക്സ് സി മൈനസ് എക്സ് എൽ എന്നെടുക്കും, എക്സ് എൽ വലുതാണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി എന്നെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ മൈനസ് പകരം എന്ത് ചെയ്യാം, ഡിഫറൻസ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇവിടെ സൈൻ ഫൈ എന്ന് കൊടുക്കുന്നതുകൊണ്ട് മിസ്റ്റേക്കൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിന് അതായത് എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ഇസഡ് എന്നുള്ളത് സൈൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ സീറോ ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് തീറ്റ ഇൻറ്റു ഈ ടേമിന് പകരം നമ്മൾ സൈൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സൈൻ ഫൈ ഇവിടെ ഇൻറ്റു സൈൻ ഫൈ പ്ലസ് ഈ ആർ ബൈ ഇസഡിന് പകരം കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോസ് ഫൈ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അങ്ങനെ ഈ ഇക്വേഷനിൽ നമ്മളിതിനെ ഇത് എ എന്ന് കൊടുക്കുക, ഇത് ബി എന്ന് കൊടുക്കുക. അതുപോലെ ഇത് ഫൈവ് ബി ആണ്, ഇത് എയും. അപ്പോൾ ഇത് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനൊരു റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി. ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ സീറോ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് എയുടെ സ്ഥാനത്തുള്ളത് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ബിയുടെ സ്ഥാനത്തുള്ളത് ഫൈ ആണ്. അപ്പം ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്ത ഇ എം എഫ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇ സീറോ സൈൻ ഒമേഗ ടി നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഇ എം എഫ്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ള റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ സീറോ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ സീറോ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ഫൈ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സൈൻ ഒമേഗ ടി അതുപോലെ ഇവിടെ ഇസഡ് ക്യൂ സീറോ ഇതെല്ലാം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പോലെയാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഇത് ഇ സീറോ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഇ സീറോ എന്ന് പറയുന്നത്. ഇവിടെ ഈ സൈൻ തീറ്റ സൈൻ ഒമേഗ ടി എന്നുള്ളത് ഇ സീറോ ഇൻറ്റു സൈൻ ഒമേഗ ടിയെ കോസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2 കോസ് 90 മൈനസ് തീറ്റ
കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ്, അതുകൊണ്ട് വേറെ ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് 5. എല്ലാ ടൈമും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈക്വേഷൻ നോക്കുമ്പോൾ E0 എന്ന് പറയുന്നതിന് പകരം ഇപ്പുറത്തെ സൈഡിലുള്ളത് ഇസഡ് ഇൻറ്റു Q0 ഇൻറ്റു ഒമേഗയാണ്. അതുപോലെ ബാക്കിയുള്ള ടൈം നമ്മൾ ഇക്വേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി മൈനസ് 5/2 ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് 5. ഇതാണ്, അതായത് ഒമേഗ ടി മൈനസ് 5/2 ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് 5. ഇവിടെ ഒമേഗ ടി പിന്നെ ഇവിടെ ഉള്ളത് തീറ്റയും 5 ആണ്. അപ്പോൾ ഈ 5/2 അങ്ങോട്ട് കൊണ്ടുപോകുക, തീറ്റ ഇവിടെ ഇട്ടിട്ട് 5/2 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ therefore തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഇവിടെ കിടക്കുകയാണ് 5 മൈനസ് 5/2. ഈ 5 ഇപ്പുറത്തുണ്ട്, 5 അപ്പോൾ പ്ലസ് ആവും, മൈനസ് 5/2 അപ്പോൾ 5 മൈനസ് 5/2 ആവും. അപ്പോൾ നമ്മൾ ആ ക്യൂവിൻ്റെ ഇക്വേഷൻ, നമ്മൾ ആദ്യം കൊടുത്ത ക്യൂവിൻ്റെ ഇക്വേഷനിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്നാണ് ആദ്യം കൊടുത്തിരുന്നത്, പ്ലസ് തീറ്റ. അപ്പോൾ തീറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് പകരം 5 മൈനസ് 5/2 കിട്ടും. ഇതിന് സൈൻ തീറ്റ, അത് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കോസ് തീറ്റ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ Q ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ Q0 ഇൻറ്റു സൈൻ തീറ്റ നമുക്ക് കോസ് ഒമേഗ ടി പ്ലസ് ഇത് വേണ്ട, നമുക്ക് ഇതിന് പകരം ഐ തന്നെ ഡയറക്റ്റ് എടുക്കും. ഐ എടുത്തു കഴിഞ്ഞാൽ അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ആണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ മാറ്റിയിരിക്കുമ്പോൾ, അതായത് ഇതിനടുത്ത് ഐ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഇവിടെ തീറ്റയ്ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് 5 മൈനസ് 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 5 മൈനസ് 5/2 ഇങ്ങനെ കിട്ടും. അപ്പോൾ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ, അതായത് ഐ ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു ഒമേഗ ഇൻറ്റു ഇതിന് പകരം സൈൻ തീറ്റ, അതായത് സൈൻ ഇത് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് 5 ആണ്, ഇവിടെ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇതാണ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഒമേഗ ടി പ്ലസ് 5 ആണ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. ശരി, അപ്പോൾ ഇതിന് ഈ Q0 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഐ ആണ്. അത് നമുക്ക് ഐ ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഫേസ്, ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം. കറണ്ട് ലീഡ്, അതായത് ഇത് ഒരു കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആയിട്ട് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 3 കമ്പോണൻറ്റ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ടർ ഉണ്ട്, പിന്നെ കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു, +5 ഉള്ളതുകൊണ്ട് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
കറണ്ട് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റീവ് നേച്ചർ. അപ്പോൾ അതാണ് ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് പവർ ഇൻ LCR സർക്യൂട്ട്, പവർ ഇൻ സീരീസ് LCR സർക്യൂട്ട്, പവർ ഇൻ സീരീസ് LCR സർക്യൂട്ട്. പവർ എന്ന് പറയുന്നത് എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ് ആണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ DC പവർ എന്ന് പറയുമ്പോൾ നമുക്ക് DC വോൾട്ടേജിനെയും കറണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് V/I ആണ് നമ്മളിവിടെ പവറായിട്ട് എടുക്കുന്നത്. AC സർക്യൂട്ടിലാകുമ്പോൾ കറണ്ട് വോൾട്ടേജ് എല്ലാം വാരി ചെയ്യുന്നതുകൊണ്ട് ആവറേജ് പവറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ വരുമ്പോൾ T സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരീഡ്, ആ ഒരു സൈക്കിളിലുള്ള ആവറേജ് പവറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും P എന്ന് പറയുന്നത് E × I എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇയുടെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. E എന്ന് പറയുന്നത് E0 sin ωt. I എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് I0 × sin ωt മൈനസ് 5. ഇപ്പോൾ മൈനസോ പ്ലസോ എടുക്കാം, ഞാനിവിടെ മൈനസ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ അത് കപ്പാസിറ്ററാണോ ഇൻഡക്ടറാണോ ലീഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കത് കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊന്നുകൂടെ അറിയാനും ചെയ്ത് കഴിഞ്ഞാൽ ഇത് E0 I0 × sin ωt × ഇവിടെ sin ωt മൈനസ് 5 ഇങ്ങനെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് sin A - B എന്നുള്ള ടേമിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കത് മാറ്റി ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് sin A - B ഇങ്ങനെ എഴുതും. sin A - B എന്ന് പറയുന്നത് ഈക്വൽ ടു sin A cos B മൈനസ് cos A sin B. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ ഇതിനെ ഇത് എയും ഇത് ബി ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് നമുക്കിതിനെ മാറ്റി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ P എന്ന് പറയുന്നത് = E0 I0 × sin ωt അവിടെ ഉണ്ട്. ബാക്കിയുള്ളതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ sin A cos B, sin ωt × cos 5 മൈനസ് cos ωt × sin 5. ഇനി ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ E0 I0 മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അത് വെളിയിൽ തന്നെ ഇട്ടിരിക്കുകയാണ്, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഇട്ടിരിക്കുന്നു. E0 I0 അങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ sin ωt × ഇത്, അപ്പോൾ sin² ωt ആവും × cos 5 മൈനസ് ഇവിടെ sin ωt ഉണ്ട്, cos ωt ഉണ്ട്, sin 5 ഉണ്ട്. sin ωt cos ωt × sin 5. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ sin ωt cos ωt, അപ്പോൾ ഇത് sin A cos A എന്നുള്ള ഒരു sin A cos A. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 2 sin A cos A എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും sin 2A എന്നൊരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 2 ഇല്ല, അപ്പോൾ നമുക്ക് ഈ 2നെ ഇങ്ങനെ താഴെ കൊണ്ടുവന്നാൽ അപ്പോൾ sin A cos A എന്ന് പറഞ്ഞാൽ sin 2A/2 എന്ന് കിട്ടും. sin A cos A = sin 2A/2 ഇങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവും. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അത് P = E0 I0 × sin² ωt × cos 5 മൈനസ് ഇവിടെ sin 5 അവിടെ ഉണ്ട്, ഇതിനെ മാറ്റി എഴുതുമ്പോൾ sin 2ωt/2 എന്ന് കിട്ടും.
ഇങ്ങനെ. അപ്പോൾ അത് വേറെ ഡൗട്ടൊന്നുമില്ല, ഇത് മാത്തമെറ്റിക്കൽ ട്രിഗണോമെട്രിയുള്ള റിസൾട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഈക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ട്രൂ പവർ കൺസ്യൂംഡ് ഡ്യൂറിങ് എ സൈക്കിൾ. സൈക്കിൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫും ഒരു നെഗറ്റീവ് ഹാഫും വരും. ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ആവറേജ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ over a period t. സോ ട്രൂ പവർ നമ്മൾ കാണണമെങ്കിൽ നമ്മളിതിനെ പാർഷ്യൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ട്രൂ പവർ ഈസ് ഈക്വൽ ടു പവർ, നമുക്കതിനെ P2 T കൊടുക്കും. PT ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to T. ഇതിൽ E0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈ അത് എഴുതാൻ പോകണം. E0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈ ഇൻറ്റു ഡി ടി. പിന്നെ വീണ്ടും പാർഷ്യൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു 0 to T dt. ഡിക്ക് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് E0 I0 ഇവിടെയുണ്ട്, അപ്പോൾ അതിവിടെ വരും. ഇൻ്റഗ്രൽ 0 to T E0 I0 ഇൻറ്റു സൈൻ ഫൈ ഇൻറ്റു സൈൻ 2 ഒമേഗ ടി ബൈ 2 ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to T dt. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് E0 I0 കോസ് ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷന് സിമ്പലിന് വെളിയിലെടുക്കുക. അതുപോലെ ഇവിടെയും അങ്ങനെയാണ്. E0 I0 സൈൻ ഫൈ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഇത് ഹാഫും കൂടെ വേണമെങ്കിൽ എടുക്കാം. അതും കൂടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ട്രൂ പവർ P2 T ഈസ് ഈക്വൽ ടു E0 I0 കോസ് ഫൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to T dt. ഇവിടെ മൈനസ്, ഇവിടെയും ഈ ടൈമിലും E0 I0 ഉണ്ട്, സൈൻ ഫൈ ഹാഫ് ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാം. E0 I0 ബൈ 2 ഇൻറ്റു സൈൻ ഫൈ ബാക്കിയുള്ളത് 0 to T സൈൻ 2 ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ 0 to T dt. ഇങ്ങനെയാണ്. അപ്പോൾ ഈ സൈൻ സ്ക്വയർ ഒമേഗ ടിയെ നമുക്ക് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതാൻ പറ്റും. അത് സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 2 പവർ PT ഈസ് ഈക്വൽ ടു E0 I0 ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം 1 മൈനസ് ഡി സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഇൻറ്റു ഡി ടി ഓൾ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to T dt മൈനസ് ഇവിടെ അറിയാം E0 I0 ബൈ 2 ഇൻറ്റു സൈൻ ഫൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T സൈൻ 2 ഒമേഗ ടി ഇൻറ്റു ഡി ടി ഓൾ ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to T dt. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 2 പവർ PT ഈസ് ഈക്വൽ ടു ഇവിടെ E0 I0 ഇൻറ്റു കോസ് ഫൈ
ഈ 2നെ കൊണ്ട് ഞാൻ പുറത്തെടുക്കുക, 2 ആയി. പിന്നെ ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ 0 to t 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഇൻറ്റു ഡി ടി. ബാക്കിയുള്ളത് താഴെയുള്ളത് 0 to t ഡി ടി. ഇവിടെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് E0 I0 sin phi by 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t sin 2 omega t dt all divided by integral 0 to t dt. Pt is equal to ഇവിടെ 2 power pt is equal to E0 I0 into cos phi by 2 into ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dt 1 in dt ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t എന്ന് 0 to t കൊടുത്താലും അത് അങ്ങനെയാണ് വരും. 0 to t മൈനസ് കോസ് 2 ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ, ലിമിറ്റ് 0 to t ഇതായി ഓൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെത് ടി എന്നാണ്, മൈനസ് ഇവിടെ അതുപോലെ E0 I0 സൈൻ ഫൈ ബൈ 2. ഇവിടെ സൈൻ 2 ഒമേഗ ടി എന്ന് മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഒമേഗ 0 to t ആണ് ലിമിറ്റ്, ഡിവൈഡഡ് ബൈ 0 to t ഡി ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒമേഗയ്ക്ക് പകരം നമ്മൾ ഒമേഗയ്ക്ക് പകരം 2π ബൈ ടി എന്ന് കൊടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് 2π ബൈ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ നമ്മളിതിൽ ഈ സൈൻ 2 ഒമേഗ ഇൻറ്റു ടി എന്നുണ്ടല്ലോ, ഒരു സൈൻ 2 ഒമേഗയ്ക്ക് പകരം 2π ബൈ ക്യാപിറ്റൽ ടി കൊടുത്തു. പിന്നെ ഈ സ്മോൾ ടിക്ക് പകരം നമ്മൾ ഇതിൻ്റെ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവിടെയും ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പോൾ ഈ ടിയും കൂടെ ക്യാൻസലായി. അപ്പോൾ സൈൻ 4π, അപ്പോൾ സൈനിൻ്റെ വാല്യൂ n പൈ എല്ലാം 0 ആണ്. സൈൻ പൈ 2π 3π എല്ലാം എന്താണ്, സൈൻ n പൈ എന്നുള്ളത് 0 ആവും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ടേം 0 ആയി. എല്ലാ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ ഈ ടേം 0 ആവും. പിന്നെ ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ടി തന്നെ, ഈ ഡിനോമിനേറ്ററിൽ ടി ഉണ്ട്, അതും കൂടെ ആകുമ്പോൾ ഇത് 1 ആവും. ഈ ടിയും ഇതും കൂടെ ആകുമ്പോൾ 1 ആവും. അപ്പോൾ ഈ ഇത്രയും ടേമിൽ നമുക്ക് E0 I0 cos phi by 2 എന്ന് കിട്ടും. ഇനി ഇവിടെ cos 2 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2π by t ഇൻറ്റു ക്യാപിറ്റൽ ടി, ഇത് പോയി. അപ്പോൾ ഇവിടെ cos പൈ അല്ല cos 0 പൈ ഇതെല്ലാം എന്താണ് 1 ആണ് അല്ലേ. കോസിൻ്റെ വാല്യൂ ഇത് 0യും 2π അതെല്ലാം 1 ആയി മാറും, 1 ആയിട്ട് മാറും. ഇനി അപ്പോൾ ടി കൊടുക്കുമ്പോൾ ഇതായി 1. പിന്നെ ഉള്ളത് മൈനസ് ഇവിടെ ഉണ്ട്. നമുക്കിതിനെ 1 എന്ന് എഴുതാം. അപ്പോൾ ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പേപ്പറിലോട്ട് മാറ്റി ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത പാർട്ട് പി ടി എന്ന് പറയുന്ന ട്രൂ പവർ പി ടി ഈസ് ഈക്വൽ ടു ഇവിടെ E0 I0 cos phi by 2, ഇവിടെ ഉള്ള എല്ലാം പോയി, ഇത് 1 ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ടൈം ഇത്രയും കിട്ടി മൈനസ്. അപ്പോൾ ഇവിടുത്തെ മൈനസും ഇതിൻ്റെ ഒരു മൈനസും കൂടെ പ്ലസ് ആയി. പിന്നെ ഉള്ളത് E0 I0 ഇൻറ്റു സൈൻ ഫൈ ബൈ ഇത് 2 ഉണ്ട്, ഇവിടെ 2 ഒമേഗ ഉണ്ട്, ഇത് 4 ഒമേഗ. അപ്പോൾ ഇതെല്ലാം മാറി. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് കോസ് 2 ഒമേഗ ടി
ബിറ്റ്വീൻ ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ടി. താഴെ ഒരു ടി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനൊന്ന് ലിമിറ്റൊക്കെ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ടൈം നമ്മൾ ലിമിറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് E0 I0 cos phi. അത് നമുക്ക് അതുപോലെ തന്നെ ഉണ്ട്. PT is equal to E0 I0 cos phi by 2 പ്ലസ് ഇത് E0 I0 sin phi by 4 ഒമേഗ ഫോർ ഡിവൈഡ് ബൈ ടി ഉണ്ട് ഇവിടെ ഉള്ളത്. കോസ് 2 ഒമേഗ ഇതിന് ക്യാപിറ്റൽ ടി കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് അത് കോസ് 2 ഒമേഗ ഇൻറ്റു 0 ആണ്. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 വരും. കോസിൻ്റെ എല്ലാ വാല്യൂസും ഇവിടെ 1 ആവും. മൈനസ് 0യും എല്ലാം 1 ആണ്. അപ്പോൾ ഇത് ഈ ടേം 0 ആയി. അപ്പോൾ 0 ഇൻറ്റു ഈ ടേം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 0 കംപ്ലീറ്റ് 0 ആവും. പിന്നെ ഇവിടെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രൂ പവർ ചെയ്യുമ്പോൾ ഇത്രയും മാത്രം കിട്ടും. മറ്റേ ടേം എല്ലാം 0 ആയിരിക്കും. അപ്പോൾ അത് അതായത് PT എന്നുള്ളത് ട്രൂ പവർ എന്ന് പറയുന്നത് E0 ഇൻറ്റു I0 ഇൻറ്റു കോസ് phi ബൈ 2 എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ PT ഈസ് ഈക്വൽ ടു E0 ബൈ √2 ഇൻറ്റു I0 ബൈ √2 ഇൻറ്റു കോസ് phi എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വെർച്വൽ EMF എന്ന് പറയും. ഇതിന് നമ്മൾ വെർച്വൽ കറണ്ട് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഇക്വേഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ PT എന്ന് പറയുന്നത് E0 ബൈ √2 എന്നുള്ളത് EV വെർച്വൽ വാല്യൂ ഓഫ് EMF. I0 ബൈ √2 എന്ന് പറഞ്ഞാൽ IV ഇൻറ്റു കോസ് phi. ഇതാണ് ട്രൂ പവറിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ നമ്മൾ ചെയ്തപ്പോൾ അതിൽ നിന്ന് കോസ് പൈയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പിഡൻസ് ട്രയാങ്കിൾ നോക്കി കഴിഞ്ഞാൽ കോസ് പൈ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരച്ചതാണ്. ഡയഗ്രാം വരച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ അത് നോക്കാം. ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് കോസ് പൈയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എടുത്തു. അതിൽ നിന്ന് കോസ് പൈ എന്ന് പറഞ്ഞാൽ R/Z എന്ന് കിട്ടും. R/Z എന്ന്. നമ്മളത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ PT ഈസ് ഈക്വൽ ടു EV ഇൻറ്റു IV ഇൻറ്റു R ഡിവൈഡ് ബൈ Z എന്ന് കിട്ടും. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ Z എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്. Z-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. Z ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിരുന്നത് നമ്മൾ Z-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എങ്ങനെയാണ് R² പ്ലസ് ഒമേഗ L മൈനസ് 1/ωc ഇത് ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിൽ ഈ സർക്യൂട്ടിൽ നമ്മൾ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും എല്ലാം ഉണ്ട്. ഈ സർക്യൂട്ട് പ്യുവർ ഇൻഡക്ടറോ അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്ററോ ഒക്കെ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ഈ എടുത്ത ഈ കോസ് ഫൈ ഇല്ല ഈ ഫൈ എന്ന് പറയുന്നത് π/2 ആവും. അപ്പോൾ കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ ഈ സർക്യൂട്ട് പ്യുവർ കപ്പാസിറ്ററോ പ്യുവർ ഇൻഡക്ടറോ ആയിക്കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെയും EMF-ൻ്റെയൊക്കെ ഫേസ് ഡിഫറൻസ് π/2 ആണ്. അപ്പോഴത് പവർ കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്യുവർ ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ഉള്ള പവറിന് നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വാട്ട്ലെസ് കറണ്ട് ആണെങ്കിൽ നോ വർക്ക് പെർഫോം ഇൻ ദാറ്റ് സർക്യൂട്ട്. AC സർക്യൂട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെറിവേഷൻ കൂടെ ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ എങ്ങനെയാണ് പ്യുവർ കപ്പാസിറ്റർ മാത്രം അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്ടർ മാത്രം അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെ ഇതിൻ്റെ പവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പറയാം. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പ്യുവർ റെസിസ്റ്റീവ് മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ EMF-ഉം കറണ്ടും എങ്ങനെയായിരിക്കും സെയിം ഫേസിലായിരിക്കും.
സെയിം ഫേസ് ആണെങ്കിൽ ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആവും. അപ്പോൾ അങ്ങനെ ഉള്ള കേസുകളിൽ നമുക്കറിയാം ട്രൂ പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഇക്വേഷൻ EV/IV ഇൻറ്റു കോസ് ഫൈ എന്നുള്ളത് നമുക്ക് കോസ് 0 ഒന്നല്ലേ, അപ്പോൾ നമുക്കിവിടെ കിട്ടും EV/IV എന്ന് കിട്ടും. അതാണ് പ്യുവർ റെസിസ്റ്റർ മാത്രമുള്ളത്. ഇനി പ്യുവർ ഇൻഡക്ടർ മാത്രമുള്ളതാണെങ്കിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ട്രൂ പവർ എന്ന് പറയുന്നത് 0 ആയി. കോസ് π/2 0 ആയതുകൊണ്ട് PT എന്ന് പറയുന്നത് EV/IV ഇൻറ്റു കോസ് π/2. കോസ് π/2 0 ആയതുകൊണ്ട് EV/IV ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ മൊത്തം കംപ്ലീറ്റ് 0 ആവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്യുവർലി ഇൻഡക്റ്റീവ് ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൽ പവറൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല. അതുപോലെ കപ്പാസിറ്റർ ആയാലും സെയിം തന്നെയാണ്. ഫേസ് ഡിഫറൻസ് π/2 ആണ്. അവിടെ ഇതുപോലെ തന്നെ വരും. അപ്പോൾ കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്കറിയാം കറണ്ട് എന്ത് ചെയ്യും, π/2 ലീഡ് ചെയ്യുമെന്ന് പറയും. ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ലാഗ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവിടെ എല്ലാം π/2ൻ്റെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സർക്യൂട്ടുകളെല്ലാം നമ്മൾ പറയുന്നതാണ് എന്താണ്, ഈ സർക്യൂട്ടുകളെല്ലാം പോകുന്ന കറണ്ടാണ് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. നമ്മൾ ഈ AC സർക്യൂട്ടിൽ പ്യുവറായിട്ടുള്ള ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആണെങ്കിൽ നമ്മൾ അത് അങ്ങനെയുള്ള സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ പവർ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ. ആ 0 ആവാനുള്ള റീസണാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇൻ സച്ച് കേസസ് സർക്യൂട്ട് ഡസ് നോട്ട് പെർഫോം എനി യൂസ്ഫുൾ വർക്ക് ആൻഡ് ഈസ് റൈറ്റ്ലി കോൾഡ്, ഈ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ഈസ് കോൾഡ് വാട്ട്ലെസ് കറണ്ട്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും ഐഡിൽ കറണ്ട് എന്ന് പറയും. ഐഡിൽ കറണ്ട്. അപ്പോൾ സർക്യൂട്ട് ഡസ് നോട്ട് കൺസ്യൂം എനി പവർ. അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ പവറൊന്നും കൺസ്യൂം ചെയ്യും. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ കോസ് ഫൈ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് ആ ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് കോസ് ഫൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ R/Z എന്ന് കിട്ടും. Z നമ്മൾ നേരത്തെ കണ്ടു വച്ചിട്ടുണ്ട്. √ എന്താണ് R² + ωL - 1/ωc² ഇതാണ് എൻ്റെ ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് AC സർക്യൂട്ടിലുള്ള ഇൻഡക്ടർ കപ്പാസിറ്റർ എല്ലാം സീരീസിലുള്ള സർക്യൂട്ടിൻ്റെ തിയറി. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എഴുതി പഠിക്കും. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഒന്നിച്ച് സംസാരിച്ചാലോ നമുക്കൊന്നും വ്യക്തമായി കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് സിഗ്നലെല്ലാം റേഡിയോ റിസീവറിലെല്ലാം വരുമ്പോൾ ഒന്നിൽ കൂടുതൽ സിഗ്നലുകൾ നമുക്കെത്തും. അപ്പോൾ റിസീവറിലെത്തുമ്പോൾ നമുക്കത് വ്യക്തമായി കേൾക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് നമ്മൾ റേഡിയോയെല്ലാം നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ മാത്രം ട്യൂൺ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റേഡിയോ എല്ലാം ട്യൂൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ പറഞ്ഞ സീരീസ് LCR സർക്യൂട്ട്, ഇതിനാണ് നമ്മൾ റേഡിയോ സെറ്റുകളിലെല്ലാം ട്യൂണറായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, നമ്മൾ സാധാരണയായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുറേ പേരിങ്ങനെ സംസാരിക്കാൻ നോക്കിയാൽ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരും സംസാരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറേ പേരൊന്നും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരാണ് പറയുന്നതെന്നും എന്ത് പറയുന്നതെന്നും നമുക്കൊന്നും ക്ലിയർ ആവില്ല. അപ്പോൾ അത് നമുക്ക് പലർക്കും ഇത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പറയുമ്പോൾ ടീച്ചേഴ്സൊക്കെ എന്ത് പറയും, ഏതെങ്കിലും ഒരാൾ പറയാൻ പറയും അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഒന്നിച്ച് നിന്ന് സംസാരിക്കുമ്പം ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് ഈ റേഡിയോ റിസീവറും അതുപോലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഷ്ടം പോലെ സ്റ്റേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ആ പ്രോഗ്രാംസുകളെല്ലാം ഇങ്ങനെ പിന്നെ ടെലികാസ്റ്റ് ചെയ്ത് സിഗ്നലിൽ നിറയെ ഉണ്ടായിരിക്കും, എല്ലാ സിഗ്നലിലും. അപ്പോൾ നമുക്ക് ഒരുപാട് റേഡിയോ സിഗ്നൽ അറിയാം. ഹലോ റേഡിയോ ഉണ്ട്, 90.8 മെഗാഹെർട്സിൻ്റെ ഹലോ റേഡിയോ ഉണ്ട്. അതുപോലെ 92.7 മെഗാഹെർട്സ് ബിഗ് FM ഉണ്ട്. അതുപോലെ 93.5 മെഗാഹെർട്സ് റെഡ് FM ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ സിഗ്നലുകൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 94.3 ഉണ്ട്, ക്ലബ് FM ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സിഗ്നലുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയും, ഏതെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതി എന്ന് പറയും അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ
ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായി കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരാളുടെ സൗണ്ട് മാത്രം മതി എന്ന് പറയും. അപ്പോൾ ആ ഒരാളുടെ സൗണ്ട് നമ്മൾ എന്തിനാണ് വയ്ക്കുന്നത്, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ റേഡിയോ സെറ്റുകളെല്ലാം നമ്മൾ ട്യൂൺ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓരോ വ്യക്തികളും ഇങ്ങനെ സംസാരിക്കുന്ന സൗണ്ട് ഇങ്ങനെ വരും അല്ലേ. പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രോതാവിന് അല്ലെങ്കിൽ ലിസണർക്ക് അത് കേൾക്കാൻ എന്താ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ലിസണറുടെ ചെവിയിൽ വന്ന് ഇങ്ങനെ അലയ്ക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാൾ മാത്രം ട്യൂൺ ചെയ്യണം, ഒരാൾ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയും. അതേപോലെ തന്നെയാണ് നമ്മളൊരു റേഡിയോ റിസീവറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, റേഡിയോ റിസീവർ നമുക്കറിയാം നല്ലൊരു ചെറിയൊരു ആൻറ്റനയൊക്കെ കാണും. അപ്പോൾ നമുക്കിവിടെ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാനുള്ള ഒരു കീയും അല്ലെങ്കിൽ സ്വിച്ചൊക്കെ കാണും അല്ലേ. ഇവിടെ എൻ്റെ സ്പീക്കർ സൗണ്ടും ഇതെല്ലാം ഉണ്ടാവും. ഇവിടെ ഒരു ആൻറ്റന കാണും റേഡിയോയിൽ, നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ആൻറ്റനയിൽ എല്ലാ സിഗ്നലുകളും എല്ലാ സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നലുകളും വരും, പല പല സ്റ്റേഷനിൽ നിന്നുള്ള സിഗ്നലുകൾ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നമ്മളിതിനെ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ആ ട്യൂണിങ് സർക്യൂട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ പഠിച്ച സീരീസ് LCR സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ട്യൂണിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് F=1/2π×√LC എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടതാണ്. എപ്പോഴാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വലാകുന്നത്, അപ്പോൾ ഈ സർക്യൂട്ടിൽ പിന്നെ അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം കറണ്ടിനെ അത് കടത്തിവിടുകയും അത് നമ്മൾ എന്ത് പറയും, അക്സെപ്റ്റഡ് സർക്യൂട്ട് എന്ന സീരീസ് LCR സർക്യൂട്ടിനെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിന് ഈ ഫ്രീക്വൻസിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ടും ഫ്രീക്വൻസിയും തമ്മിലൊരു ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കറണ്ടിൻ്റെ ഇത് ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ റിസൊണൻസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി, അതായത് ഈ XL=XC ആകുമ്പോൾ ഈ സർക്യൂട്ടിൽ മാക്സിമം കറണ്ടിനെ ഇത് പാസ് ചെയ്യും. അതായത് ഇതായിരിക്കും ഇവിടുത്തെ IM എന്ന് പറയുന്ന മാക്സിമം കറണ്ട്. അപ്പോൾ ഇതിൻ്റെ √2 ടൈംസ് ആയിരിക്കും I0/√2. ഇതാണ് ഇതിൻ്റെ നമ്മൾ ബാൻഡ് വിഡ്ത്തൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു F1, ഇവിടെ ഇത് F2, ഇത് ഫ്രീക്വൻസി റിസോണൻറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്കിത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ ഫ്രീക്വൻസികളും നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത്, അതായത് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുള്ള എല്ലാം നമുക്ക് തിരിച്ചെടുത്ത് വയ്ക്കണം. തിരിച്ചറിയാൻ വേണ്ടി നമ്മളതിനെ ട്യൂൺ ചെയ്യും. ട്യൂൺ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റേഷൻ്റെ ഇടയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമുക്ക് വലിയൊരു പീക്ക് ഇന്നായിരിക്കും നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു വലിയൊരു സെക്ഷനിൽ നിന്നായിരിക്കും നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്റ്റേഷൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിൻ്റെ ഷാർപ്പ് കുറയും. നമുക്ക് ഒരുപാട് സിഗ്നൽ ഇന്ന് തിരഞ്ഞെടുക്കുമ്പോൾ, അതേസമയം കുറച്ച് സ്റ്റേഷനേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷാർപ്പ്നെസ് വളരെ കൂടും. അപ്പോൾ എന്താണ് ഈ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത്, എന്താണ് അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഷാർപ്പ്നെസ്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ നമുക്കറിയാം ഈ സർക്യൂട്ടിൽ പിന്നെ കറണ്ടും ഫ്രീക്വൻസി വെച്ച് വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് കൂടുതൽ മാക്സിമം കറണ്ട് വരുന്നത്. അപ്പോഴവിടെ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ പീക്ക് നല്ല ഷാർപ്പായിട്ടുള്ളൊരു പീക്ക് നമുക്ക് ഇവിടെ കിട്ടും, ഒരു ഷാർപ്പായിട്ടുള്ളൊരു പീക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ I0/√2 എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ച് സ്റ്റേഷൻസ് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടും. അതേസമയം R കൂടിക്കഴിഞ്ഞാൽ അതായത് ഷാർപ്പ്നെസ് കുറയും, റെസിസ്റ്റൻസ് അതാണ് എൻ്റെ ഒരു. ഇപ്പോഴും റെസിസ്റ്റൻസ് വരുമ്പം ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ω/L-ഉം 1/ωc-യും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ Z എന്ന് പറയുന്നത് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ R ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ അത് പറഞ്ഞത്. ഇതാണ് നമ്മളതിൻ്റെ ഷാർപ്പ്നെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മാക്സിമം ക്ലിയർ ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഈ റിസൊണൻസ് എന്ന് പറയുന്ന ഈ ഫിനോമിനൻ നടക്കുന്നത് എപ്പോഴാണോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആവുന്നത്, അപ്പോൾ ഈ സർക്യൂട്ട് മാക്സിമം കറണ്ടിനെ അലോ ചെയ്യും. അതാണ് റിസൊണൻസ് എന്ന് പറയുന്നത്. റിസൊണൻസിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ സെയിം
ഒരുപോലെ ആവുക എന്നുള്ളതാണ്. സെയിം എന്നാണ് നമുക്ക് അതിൻ്റെ മീനിങ് പറയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ റേഡിയോ റിസീവറിൽ ഉള്ള ഫ്രീക്വൻസിയും വെളിയിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോൾ റേഡിയോ റിസീവർ ആ ഫ്രീക്വൻസിയെ കടത്തിവിടും. അതായത് അത് ആ സർക്യൂട്ടിലുള്ള ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന് തുല്യമാവുകയും അത് ആ സിഗ്നലിൻ്റെ കറണ്ടിനെ കടത്തിവിടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് റേഡിയോ റിസീവർ നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ സിഗ്നലുകൾ വന്നാലും ഏതാണോ ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി മാത്രം കിട്ടും. ഏത് ഫ്രീക്വൻസിക്കുള്ള കറണ്ടാണോ കടത്തി വിടുന്നത് ആ സിഗ്നൽ സെലക്റ്റഡ് ആയി എന്നാണ്. അപ്പോൾ അതാണ് റേഡിയോ റിസീവറിന് നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ട്യൂണിങ്ങിൽ നമ്മൾ എല്ലോ സിയോ മാറ്റാൻ പറ്റും. സാധാരണ കൺവീനിയൻ്റ് ആയിട്ട് സി ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇനി ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടേമുണ്ട്, നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഈ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: ക്യൂ ഈസ് ഈക്വൽ ടു XL/R. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു ഉള്ളത് XC/R. നമ്മൾ പറഞ്ഞു ഇൻഡക്ടറോ കപ്പാസിറ്ററോ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്: 1/2π √LC എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലോ സിയോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇന്ന് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എയ്തർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് ആയിരിക്കും ക്വാളിറ്റി ഫാക്ടർ. ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രീക്വൻസിക്ക് ഇടയ്ക്കുള്ള എല്ലാ ഫ്രീക്വൻസിയിലും നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത്. ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഇപ്പോൾ AC സർക്യൂട്ടിലെ LCR സീരീസ് സർക്യൂട്ട് അതാണ് നമ്മളിപ്പം കണ്ടത്.